ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ബാലനെ എരിവും പിരിയൊക്കെ കയറ്റി വിടുന്നുണ്ട് ദേവിയുടെ അമ്മയും അച്ഛനും കൂടെ ചേർന്ന്. ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയുകയാണ്. ഇവരെ എന്തൊക്കെയോ അപ്പുറം നിന്ന് അവര് പറഞ്ഞെന്നും അത് ആങ്ങളമാര് ഇവരെ ചീത്ത പറയുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് നമ്മുടെ ഗോമതി ചിരിച്ചെന്നും സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മുടെ ബാലൻ അത് വിശ്വസിച്ചു. ആഹാ, അത്രയ്ക്കായോ എങ്കിൽ ഇന്ന് അവക്കൊട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയത്. അയ്യോ വേണ്ട വേണ്ട, അത് ചോദിക്കാനും പറയാനൊന്നും പോവണ്ട, ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഒരു പ്രശ്നമായെന്ന് പിന്നെ പറയും. അതിന്റെ കാര്യമൊന്നുമില്ല. ഏതായാലും എൻ്റെ ദേവി മോളുടെ അമ്മായിയമ്മയല്ലേ, ഞങ്ങൾ അതൊക്കെ അങ്ങ് ക്ഷമിച്ചു സഹിച്ചു. മനുഷ്യന്റെ മനസ്സ് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ വേണ്ടിയല്ലേ, അത് സാരമില്ല ബാല. എങ്കിലും ദേവി ഇത്ര മാറിപ്പോയല്ലോ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ മാറിപ്പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ലേ, എൻ്റെ ഏട്ടനെങ്ങാണോ ഇപ്പൊ ഇങ്ങനെ വല്ലോം, എൻ്റെ ഭാര്യ അങ്ങനെയാ ഇപ്പൊ ഇങ്ങനെ വല്ലോം ചെയ്തിരുന്നെങ്കിലേ അവൾ ഒരു പ്രാവശ്യം അത് ചെയ്യത്തുള്ളൂ. അവളെ ഞാൻ കൊല വിളിച്ചേനെ എന്നൊക്കെ നമ്മുടെ ദേവിയുടെ അച്ഛൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും നമ്മുടെ ബാലന് മൂപ്പ് കൂടുമല്ലോ. ഏതായാലും ബാലൻ കലി വന്നിട്ട് വീണ്ടും ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ദേവി വന്നിട്ട് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു, അത് പിന്നെ ഗോമതി, അവളെ ഞാനിന്ന് കൊന്നു കൊല വിളിക്കും. ഇത് ദേവിയുടെ അച്ഛനും അമ്മയല്ലേ, അവരെ നോക്കി കളിയാക്കാൻ എന്ത് അർഹതയാ അവക്കുള്ളത്? അവക്ക് ഒരർഹതയില്ല. കള്ളം മാത്രം പറയുന്ന പെരുങ്കള്ളി അവക്കിട്ട് ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. അയ്യോ, അതിന് മാത്രം ഇപ്പൊ എന്താ ബാലച്ച ഉണ്ടായത്? ഇപ്പൊ ഉണ്ടായത് എന്താണെന്ന് മോക്ക് കേൾക്കണോ? ഇവരെ രണ്ടുപേരെയും കൂടെ കളിയാക്കിന്ന് ഗോമതി. മാത്രല്ല ആങ്ങളമാരും ഇട്ട് ആങ്ങളമാര് കളിയാക്കുന്നത് കണ്ടിട്ട് ഗോമതിക്ക് ചിരി സഹിക്കാനാകാതെ അവള് ചിരിച്ചെന്ന്. അവക്കെ ഒരു കൂസലുമില്ല, ഒരു കുലുക്കവുമില്ല. എനിക്കറിയാം അവളുടെ ഓരോ ഒരു ഉദ്ദേശം ഇപ്പൊ എന്നെ നാണം കെടുത്തുക എന്നുള്ളതാ. ഞാൻ അവളുടെ കാല് പിടിക്കാൻ ചെല്ലാൻ വേണ്ടി അവള് നോക്കിയിരിക്കുക, എന്റെ പട്ടി പോകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ദേവി പറഞ്ഞു, എന്താ അച്ഛനും അമ്മയും എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒരിക്കലും അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാലോ. നിങ്ങൾ കള്ളവല്ലേ പറഞ്ഞത്? അത് പിന്നെ മോളെ, ഏതായാലും ഇച്ചിരി പ്രശ്നം നടക്കുക. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ മോളെ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇങ്ങനെ പതുക്കെ നമ്മൾ നുണയൊക്കെ പറയണം, എന്നാലല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള നുണ പറച്ചിൽ വേണ്ട. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിലാ. അപ്പോഴത്തേക്ക് മീനാക്ഷിയും മിത്രയൊക്കെ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല മീനാക്ഷി, ഒന്നുമില്ല മിത്രേ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ദേവിയുടെ അമ്മ പറഞ്ഞു, അതെ വേറൊന്നുമല്ല, ഇവക്കെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന തീരെ പിടിക്കുന്നില്ല. അതെ മോളെ, ഒരു കാര്യം ഓർക്കണം, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? ബാലന് നിങ്ങൾക്കാർക്കും വിഷമം ഉണ്ടാകാതിരിക്കാനല്ലേ. ഏട്ടനാണെ ബിസിനസിന്റെ ലോകത്ത് കിടന്ന് നട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഇവക്കൊരു നന്ദിയില്ലെന്ന് പറഞ്ഞാല് മോളാണ് പോലും മോള്. ഇവളുടെ വിഷമവും നിങ്ങളുടെ വിഷമവും ഒക്കെ കൂടി ഞങ്ങള് സമാധാനിപ്പിക്കാന്നൊക്കെ ഓർത്താ വന്നത്. എന്നിട്ട് ഇപ്പൊ ഇവള് പറയാ എന്നോട് പൊക്കോളാന്. നിങ്ങളോട് ഇപ്പൊ പോകണമെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ, പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെ പൊക്കോ എന്ന് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ ഇല്ലില്ല, ഞങ്ങള് പോവില്ല. അങ്ങനെ പോകാനായിട്ട് പറ്റുമോ? അങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഈ ബാലന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെയും കുടുംബമാ. എന്റെ ചങ്ക് പറിച്ച് ഞാൻ ബാലന് കൊടുക്കും. അതുപോലെയാ ഇപ്പം നമ്മള് രണ്ട് കുടുംബം മാത്രമല്ല, മീനാക്ഷിയുടെ കുടുംബവും അങ്ങോട്ടേക്ക് ഒരു ദിവസം ഞാൻ വരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക എന്നൊക്കെ നമ്മുടെ ദേവിയുടെ അച്ഛൻ ഇങ്ങനെ പറയാ. എന്റെ ഈശ്വര, വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താ അവിടെ നടക്കാന്ന്, എന്തെങ്കിലും കട്ട മോഷ്ടിച്ചോണ്ടേ പോകത്തുള്ളൂ പുള്ളിക്കാരൻ. പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ദേവി ഇവരെ മാറ്റി വിളിച്ചോണ്ട് പോയിട്ട് പറയാ, മര്യാദയ്ക്ക് നിന്നോണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേവ് ചെയ്ത് എന്റെ ജീവിതം തകർക്കാതെ ഒന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ? എന്തിനാ വെറുതെ ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കുന്നത്? പ്ലീസ് ഒന്ന് പോ അമ്മേ അച്ഛ, ഒന്ന് പോ അമ്മേ അച്ഛ, പ്ലീസ് എന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ട് എന്ത് ചെയ്താല് നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയും പോകാൻ തയ്യാറാവില്ല. അത് പോരാഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മീനാക്ഷിനെ ഇനി എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, അതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ ഇവിടുത്തെ ഗ്രഹനാഥ ഇവിടെ ഇല്ല. ആ സ്ഥിതിക്ക് ഇനി മീനാക്ഷി അവിടെ ഇല്ലെന്ന് ഓർത്ത് കുഴപ്പമില്ല. അല്ല, ഗ്രഹനാഥയ്ക്ക് വീട്ടിൽ പോകാമെങ്കിൽ മീനാക്ഷിക്ക് വീട്ടിൽ പോയി നിൽക്കത്തില്ലേ? അതാണ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന്റെ അമ്മയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ മീനാക്ഷിയുടെ അച്ഛൻ
മീനാക്ഷിയുടെ അമ്മയോട് പറയാണ്. അത് പിന്നെ ഇനിയിപ്പം നമുക്ക് സമയം താമസിക്കാനില്ല. ഞാൻ അവരെ പോയി കാണണം, സംസാരിക്കണം എന്നൊക്കെ ഓർത്തായിരുന്നു ഇരുന്നത്. ഇനി ഒരു പോക്കൊന്നുമില്ല. ഇനി ആകാശിനെ വിളിക്കുക, ബ്രെയിൻ വാഷ് ചെയ്യുക. ഈ സമയം നമുക്ക് പറ്റിയത് എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടെത്തിക്കുക. മീനാക്ഷിയും ആകാശും ഇവിടെ വരണം. അവരിവിടെ വന്നിരിക്കും. നോക്കിക്കോ, ഇനി എന്റെ ലക്ഷ്യം അത് തന്നെയായിരിക്കും. ഓ, ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ആകാശ് ചിലപ്പം വരുമായിരിക്കും. നിങ്ങളുടെ മോളല്ലേ മീനാക്ഷി, അവള് വരാൻ ചാൻസ് ഒന്നുമില്ല. ആ, അവളെ ഞാൻ വരുത്തും. അതിനുള്ള വഴിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ബാലന്റെ അല്ലല്ലോ, ദേവിയുടെ അമ്മയുടെ അച്ഛന്റെ വായിക്ക് വരുന്നതൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയല്ലോ. അത് കാരണം സഹി കെട്ട് കേട്ടോ നമ്മുടെ ആകാശിന്. മാത്രമല്ല, ആകാശിനെയാണ് എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. ആകാശ് അങ്ങനെയാണ്, ആകാശ് ഇങ്ങനെയാണ്, ആകാശിനൊരു ജോലി ഇല്ലല്ലോ, ആകാശിനൊരു കൂലി ഇല്ലല്ലോ, വെറും കടയില് നിന്ന് ബാലന്റെ കൂടെ നിന്ന് ഉണ്ടാക്കാൻ മാത്രമല്ലേ ആകാശിന് അറിയത്തുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. ഞങ്ങളുടെ ആനന്ദ് മോൻ അങ്ങനെയാണോ, അവനെ സ്വയമായിട്ട് ജോലി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും തരിച്ചു കയറി വരിക. അങ്ങനെ മീനാക്ഷി ഒരു തരത്തിൽ വഴക്കും ബഹളവും ഒന്നും വേണ്ട, എന്തിനാ വെറുതെ വഴക്കും ബഹളവും ഒക്കെ. ഒന്നാമത് അടിയും ബഹളവും നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പുറത്ത് ഇനി ഒരു വഴക്കും ബഹളത്തിന്റെ കാര്യമില്ല. മീനാക്ഷി അങ്ങനെയാണല്ലോ, ഇച്ചിരി ആലോചിച്ചും ചിന്തിച്ചും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷി ഒരു തരത്തിൽ ആകാശിനെ വിളിച്ച് വീട്ടിനകത്ത് റൂമിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയിട്ട് പറഞ്ഞു, ദേവി ഇതെന്റെ പൊന്നാകാശം ഒന്ന് പോകാതിരിക്കുക. അവര് പിന്നെ പറയുന്നത് കേട്ട് പഞ്ചപൂച്ച മടക്കി നിൽക്കാനേ ഞാൻ എന്താ തർമ്മക്കാരനമല്ലാണോ? എന്റെ വീട്ടിൽ കയറി വന്നിട്ടാ ഈ കിടന്ന് അഭ്യാസം കാണിക്കുന്നത്. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇറക്കി വിടുന്നു പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നാകാശേ ഒന്ന് അടങ്ങ ആകാശേ, പ്ലീസ് ആകാശേ, ഞാൻ കാല് പിടിക്കാം. 1-2 ദിവസം അതിനകം അമ്മ തിരിച്ചു വരും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവരെ നമുക്ക് പറഞ്ഞയക്കാം. പ്ലീസ്, എല്ലാം ഒന്ന് ശരിയാകുന്ന വരെയെങ്കിലും എന്റെ പൊന്നാകാശെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. അപ്പോഴത്തേക്ക് ആര്യം കയറി വന്നിട്ട്, എന്താ ഇവിടെ പ്രശ്നം, എന്താ എടുത്തി? അത് പിന്നെ എനിക്കറിയില്ല എന്റെ പൊന്നാര്യ. അവിടെയാണെങ്കിൽ 2 എണ്ണം കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. 2 കൈ കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആകാശിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. എന്തെങ്കിലും പറയട്ടെ എന്നോ? ആര്യ, ഈ സമയം തന്നെ അവർ ഈ വീട്ടിൽ കയറി പറ്റിയത് എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ മുഴുവനും അവർക്ക് കയറി അങ്ങോട്ട് നിരങ്ങണം. മാത്രമല്ല, അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ദേവീനെ. ഏടത്തിയാണ് പോലും, ഏടത്തി. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ ഏട്ടാ, അത് നമ്മുടെ ഏടത്തിയല്ലേ. ഏടത്തിയാണേലും കോടത്തിയാണേലും ഇപ്പം ഗോമതി സ്റ്റോഴ്സിൽ കയറി നിരങ്ങുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഈ വീടും കൂടെ അടക്കി ഭരിക്കാൻ വേണ്ടിയാ ഇപ്പൊ അച്ഛനെ അമ്മേനെ കൂടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സമ്മതിക്കില്ല, ഞാൻ സമ്മതിച്ചു തരില്ല. മനുഷ്യനിവിടെ ഭ്രാന്തെടുത്ത് നിൽക്കുക എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ആര്യം പറഞ്ഞു, ഒന്ന് അടങ്ങ് ആകാശേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പം ഇവിടെ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരിയല്ല, നമ്മുടെ കുടുംബത്തില് ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ അമ്മ ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല. അച്ഛൻ വിളിക്കാൻ തയ്യാറായിട്ടില്ല, അമ്മ ഇറങ്ങി വരാനും തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൃഷ്ണമംഗലത്ത് നടക്കുന്നുണ്ട്. അതെ ആര്യം പറയുന്നത് ശരിയാ. അമ്മയെ പിടിച്ചു നിർത്താൻ മാത്രം എന്തൊക്കെയോ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതാ. അതൊന്നും മനസ്സിലാക്കാനേ ആകാശിന് വേറെ ആർക്കൊന്നും പറ്റില്ലല്ലോ. ഞാൻ സത്യമായിട്ട് പറയാ, അമ്മ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, അമ്മയുടെ ആങ്ങളമാർ അമ്മേനെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെ അലോഹുണ്ടല്ലോ, അവനും കൂടെയാ ഇപ്പൊ അമ്മേനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പച്ചിയോടില്ലാത്ത സ്നേഹമാ ഇപ്പം എവിടെ നിന്നൊക്കെയോ വന്നതെന്നാ എന്നോട് ധർമ്മമാമൻ പറഞ്ഞത്. അപ്പം എന്തോ ഇതിന്റെ പിന്നിലുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് ഉചിതകരമായിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കണം. അല്ലാതെ ഇപ്പം ദേവിയടുത്ത് അച്ഛനും അമ്മയും വന്നെന്ന് പറഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറാനോ അവർ പറയുന്നത് ചെവിക്കൊള്ളാനോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ നേരെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അതൊന്നുമല്ല, നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം അമ്മേനെ ഇവിടെ എത്തിക്കുക. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മീനാക്ഷി അടുത്ത് പറയുന്നത് ശരിയാ. ആകാശേട്ട ഇപ്പൊ ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ ഗോമതീനെ കാണിക്കുകയാണ്. ഗോമതീനെ ആണെങ്കിൽ കൃഷ്ണമംഗലത്തുകാരെ എരിവ് കയറ്റി വെക്കുകയാണ്. അതും കൂടാഞ്ഞിട്ട് ഇനിയിപ്പൊ അടുക്കള കൈകാര്യം ചെയ്യുന്നത് അവളായിരിക്കും, ആ ദേവിയുടെ അമ്മയെ. ഓ, തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി. ബാലനൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ദേവി, നീ ഉണ്ടായിരുന്നപ്പോ എല്ലാം ബാലൻ എടുത്തു കൊടുക്കാൻ നീ ഇല്ലായിരുന്നോ? ഇപ്പം പുതിയ ആൾക്കാരൊക്കെ വന്നപ്പോ നിന്നെ വേണ്ട, അത്രമാത്രം. അതൊക്കെ തന്നെ എന്റെ പൊന്നു ദേവി ഇവിടെ നടക്കുന്നത്. ദേവി നല്ല സോറി, ഗോമതി എന്നാട്ടോ പറയുന്നത്. പേരൊന്നും മാറിപ്പോയി, ക്ഷമിച്ചേക്കണേ. ഗോമതി നടക്കുന്നത്. നീ വെറുതെ ബാലൻ എന്നും പറഞ്ഞ് ഏത് നേരവും നാഴികയ്ക്ക് 40 വട്ടവും ഓർത്തോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലന് നിന്നോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല.
അവന് നിന്നോട് ഒരു സ്നേഹവും ഇല്ലതാനും എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് പറഞ്ഞ് പിരിയും എരിയും ഒക്കെ കേറ്റാണ് കേട്ടോ. ഗോമതിക്ക് ഇതൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സിൽ അങ്ങോട്ട് ആദ്യ കയറുകയാണ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, എന്റെ സ്ഥാനത്ത് വേറെ ആരെയും അവിടെ ഞാൻ അനുവദിക്കില്ല, സമ്മതിക്കില്ല. ഇവരെ എരിവ് കയറ്റുന്നതനുസരിച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതിക്ക് അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുക ചെയ്യുന്നതെന്ന് കൃഷ്ണമംഗലത്തുകാർക്ക് അറിയത്തില്ലല്ലോ. ഏതായാലും നാളത്തെ വിശേഷം കേട്ടോ ഇതൊക്കെ. അപ്പം ഇതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നാളെ അടുത്ത വിശേഷവുമായിട്ട് വരാം. നാളത്തെ പ്രമോയുമായിട്ട് വരാം കേട്ടോ. നാളത്തെ അല്ല, നാളത്തെ കഴിഞ്ഞത്തെ പ്രമോയുമായിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. ഇതിന്റെ പുറകെ തന്നെ നമ്മുടെ അലീനയുടെ കഥ ഇടുന്നുണ്ട്. ഇന്ന് ഫുൾ വിശേഷവും അതിന്റെ കൂടെ ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷവും ഒക്കെ പറഞ്ഞിട്ട് ഒരു മെഗാ എപ്പിസോഡ് തന്നെയാണ് ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അലീനയുടെ കഥ വരിക. വൻ ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു എപ്പിസോഡാണ്. അപ്പൊ എല്ലാവരും കാണുക. പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.